Chapter 9 questions ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇയർ MSMED ആക്ട് പാസ്ഡ്? ഏത് വർഷമാണ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് ആക്ട് പാസ് ചെയ്തിരിക്കുന്നത്? ഏത് വർഷമാണ്? 2006. സോ അതങ്ങനെ ആൻസർ എഴുതുക. The MSME Act was passed in the year 2006 in India, officially known as Micro, Small and Medium Enterprise Development Act 2006. Next question നോക്കൂ. What is micro enterprise? എന്താണ് micro enterprise? Micro enterprise is a very small business characterized by a limited number of employees, typically under 10, and low capital investment and turnover. മൈക്രോ എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ബിസിനസ്സുകളെയാണ് അങ്ങനെ പറയുന്നത്. അവിടെ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് എംപ്ലോയീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. യൂഷ്വലി 10-ൽ താഴെ, വളരെ ചെറിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ടേൺ ഓവർ ആയിരിക്കും അവിടെ കൊടുക്കുക. നെക്സ്റ്റ് പോയിന്റ്, these businesses often serve their local communities and can be crucial for job creation and economic development in developing regions. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആക്ട് വന്നത് തന്നെ ഇത്തരത്തിലുള്ള മൈക്രോ എന്റർപ്രൈസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവർ ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുകയും ക്രൂഷ്യൽ ആയിട്ടുള്ള ജോബ് ക്രിയേഷനും എക്കണോമിക് ഡെവലപ്മെന്റിന് സഹായിക്കുകയും ചെയ്യും. ഡെഫിനിഷൻസ് ഓരോ കൺട്രിയിലും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം മൈക്രോ എന്റർപ്രൈസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ സ്പെസിഫൈഡ് ആക്ട് ആയിട്ടുള്ള MSME ഡെവലപ്മെന്റ് ആക്ട് 2006-ലാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കോട്ടേജ് ഇൻഡസ്ട്രി? കോട്ടേജ് ഇൻഡസ്ട്രി എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ജസ്റ്റ് കോട്ടേജ് ഇൻഡസ്ട്രി ബിസിനസ് ഈസ് എ സ്മോൾ മാനുഫാക്ചറിംഗ് ബിസിനസ് typically operated from home or a small workshop, usually by family members or a close-knit community. വളരെ അടുപ്പമുള്ള കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ കുറച്ച് ഫാമിലി മെമ്പേഴ്സോ ഒക്കെ ചേർന്ന് അവർ നടത്തുന്ന ചെറിയ ചെറിയ മാനുഫാക്ചറിംഗ് ബിസിനസ്സിനെയാണ് കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ചെറിയ വർക്ക് ഷോപ്പുകളാവാം, ഹോം ബേസ് ചെയ്യുന്ന ചെറിയ ആക്ടിവിറ്റീസ്, മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ഈസ് മെയിൻ ബൈ വില്ലേജ് ആൻഡ് ഖാദി ഇൻഡസ്ട്രി? Village industries are business located in rural areas that produce goods or offer services with limited capital investment per artisan, while khadi industries are a specific type of village industry focused on producing khadi, a hand-spun and hand-woven fabric made from natural fibers like cotton, silk or wool. നിങ്ങൾക്കറിയാലോ എന്താണ് വില്ലേജ് ആൻഡ് ഖാദി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. വില്ലേജ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയാസിൽ ചെറിയ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയും സർവീസസ് കൊടുക്കുന്നതിനെയും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് വെച്ചിട്ട് കൊടുക്കുന്നതിനെയാണ് വില്ലേജ് ബേസ് ചെയ്ത ഇൻഡസ്ട്രീസ്. ഖാദി ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഖാദി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ലൈക്ക് കോട്ടണിൽ നിന്നും സിൽക്കിൽ നിന്നും വൂളിൽ നിന്നും ഒക്കെ ഖാദി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് വില്ലേജ് ആൻഡ് ഖാദി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവ് എനി 2 characteristics ഓഫ് entrepreneurship development. മെയിനായിട്ട് 2 ക്യാരക്ടറിസ്റ്റിക്സ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, എബിലിറ്റി ടു ഇന്നോവേറ്റ്, ഇന്നോവേഷൻ ചെയ്യാനായിട്ട് എപ്പോഴും ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ സ്ട്രോങ് പ്രോസ്പെറിറ്റി ഓഫ് റിസ്ക് ടേക്കിംഗ്, അവർക്ക് ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം റിസ്ക് എടുക്കാനായിട്ട്. ഓൺട്രപ്രണേഴ്സ് എപ്പോഴും കോൺസ്റ്റന്റ്ലി ന്യൂ ഐഡിയാസ്, മെത്തേഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന, കംഫർട്ട് സോണിന് അപ്പുറത്തേക്ക് റിസ്കുകളൊക്കെ എടുത്ത് ബിസിനസ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതായിരിക്കണം ഒരു ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. സോ ഓൺട്രപ്രണർഷിപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് രണ്ടും മെൻഷൻ ചെയ്ത് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് MSME? MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ്. ദിസ് ഇസ് എ ക്ലാസിഫിക്കേഷൻ ഫോർ ബിസിനസ് ഇൻ ഇന്ത്യ based on their investment in plant, machinery or equipment and their annual turnover as defined by the MSME Development Act 2006. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു പോയ കാര്യമാണ്. MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ഇത് ബിസിനസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. വളരെ ചെറിയ ബേസിസിൽ തുടങ്ങുന്ന ഓൺട്രപ്രണർഷിപ്പ്, ഈവൻ ഓൺട്രപ്രണർഷിപ്പ് എൻഡോവേഴ്സ് എല്ലാം നമുക്ക് MSME അണ്ടറിൽ വരുത്താം. MSME ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡെവലപ്മെന്റ് ആക്ട് 2006 പ്രകാരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ്? Entrepreneurship is the process of creating or launching a new venture, such as business or project, by identifying opportunities, organizing resources, and navigating uncertainties to generate profit or value.
It involves innovation, calculated risk-taking, and the transformation of ideas into tangible products, services, or process. Entrepreneurship എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ എന്തെങ്കിലും വെഞ്ചർ ക്രിയേറ്റ് ചെയ്യുക, പുതിയൊരു ബിസിനസ് പ്രോജക്റ്റ് കൊണ്ടുവരിക, ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്ത് അതിന് വേണ്ടിയിട്ട് റിസോഴ്സസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് റിസ്ക് എടുക്കുക, അതേപോലെ തന്നെ ഐഡിയാസിനെ ഒരു ടാഞ്ചിബിൾ പ്രോഡക്ട്സ് ആക്കി മാറ്റുക അല്ലെങ്കിൽ സർവീസ് ആക്കി മാറ്റുക, അതിനെയാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next question, MSME and entrepreneurship are connected. Do you agree? Give 2 reasons. MSME യും entrepreneurship ഉം connected ആണോ? Yes. MSME and entrepreneurship are deeply connected. MSMEs provide a viable entry point and nurturing environment for entrepreneurs to launch new ventures with relatively low cost and fewer formalities. MSME entrepreneurship എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും അവർ തമ്മിൽ കണക്റ്റഡ് ആണ്. കാരണം ഈ MSME ഒക്കെയാണ് നല്ല രീതിയിൽ പുതിയ ഒരു എൻട്രി പോയിന്റ് ഓൺട്രപ്രണേഴ്സിന് കൊടുക്കുന്നത്. പുതിയ വെഞ്ചേഴ്സ് കൊണ്ടുവരാൻ റിലേറ്റീവ്ലി കോസ്റ്റ് കുറഞ്ഞ് ഫോർമാലിറ്റീസ് ഒക്കെ കുറച്ച് ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് MSME ആണ്. അപ്പോൾ സോ MSME ഓൺട്രപ്രണർഷിപ്പും പരസ്പരം കണക്റ്റഡ് ആണ്. They also facilitate the development of entrepreneurial skills and offer platform for innovation, helping entrepreneurs to bring new products and services to market and contribute to economic growth. എക്കണോമിക് ഗ്രോത്തിന് പ്രധാനമായിട്ട് കോൺട്രിബ്യൂഷൻ നൽകുന്നത് ഇത്തരത്തിലുള്ള ഓൺട്രപ്രണേഴ്സ് ആണ്. സോ അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള അവരുടെ ഓൺട്രപ്രണറിയൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള പ്ലാറ്റ്ഫോംസ് കൊടുക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള MSME. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ റോൾ ഓഫ് MSME ഇൻ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിൽ എത്രത്തോളം റോൾ MSMEക്ക് ഉണ്ട്? Micro, small and medium enterprises are vital to the country's development by generating substantial employment, fostering entrepreneurship and innovation, and contributing significantly to the GDP. Micro, small and medium enterprise വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലും ഇന്നോവേഷൻസ് ഫോസ്റ്റർ ചെയ്യുന്നതിലും GDPയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിലും ഉള്ളത്. അവരെപ്പോഴും റീജിയണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സിനെ ഫോക്കസ് ചെയ്യുന്നു, ഗ്രോത്തിനെ ഫോക്കസ് ചെയ്യുന്നു, ലോക്കൽ എക്കണോമിക്സിന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നു, സപ്ലൈ ചെയിനിൽ കൂടെ നാഷണൽ എക്സ്പോർട്ട് ഇംപ്രൂവ് ആക്കുന്നു. സോ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ MSME ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം അതിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് യൂസ് ടു മെഷർ ദ സൈസ് ഓഫ് MSME? ഒരു MSMEയുടെ സൈസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന്, അതിൽ എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ളത്, പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിക്കോട്ടെ, എക്യുപ്മെന്റ് ആയിക്കോട്ടെ. ടോട്ടൽ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ദ എന്റർപ്രൈസസ് ഇൻ മെഷീനറി, എക്യുപ്മെന്റ്, അതർ പ്രൊഡക്ഷൻ റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിലൊക്കെ എത്രത്തോളം പണം ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുള്ളത് ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സെക്കൻഡ് വൺ ഇസ് ആനുവൽ ടേൺ ഓവർ. Annual turnover refers to the total revenue or sales generated by the business during a specific financial year. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എത്രത്തോളം പണം ഇവർ സ്വരൂപിച്ചിട്ടുണ്ട്, ആനുവൽ ടേൺ ഓവർ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇത്തരത്തിൽ MSMEയുടെ പാരാമീറ്റർ ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒന്നാണ്. നെക്സ്റ്റ് വൺ ആണ് നമ്പർ ഓഫ് എംപ്ലോയീസ്. ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ എംപ്ലോയ്ഡ് ഇൻ enterprises is another common metric used to gauge its size. എത്രത്തോളം വലുതാണ് ഒരു സ്ഥാപനം എന്ന് മനസ്സിലാക്കാൻ അവിടെ എത്രത്തോളം എംപ്ലോയീസിനെ എംപ്ലോയ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. നെക്സ്റ്റ് വൺ ഈസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. This is a broader term that includes total capital invested in the business, not just in plant and machinery. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബ്രോഡർ ടേം ആണ്. കുറച്ച് എത്രത്തോളം ക്യാപിറ്റൽ ആണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അത് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ മാത്രമല്ല അല്ലാതെ എത്രത്തോളം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ബേസ് ചെയ്തിട്ട് നമുക്ക് MSMEയുടെ വലിപ്പം അളക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ വോളിയം അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. ദ ക്വാണ്ടിറ്റി ഓർ വർത്ത് ഓഫ് ദ ഗുഡ്സ് ഓർ സർവീസസ് പ്രൊഡ്യൂസ്ഡ് by the business can also indicate its size. എത്രത്തോളം ക്വാണ്ടിറ്റി, എത്രത്തോളം വർത്ത്ലെസ് ഗുഡ്സ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അത് അതിന്റെ സൈസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും തീരുമാനിക്കുക. സോ അത് ഓൾസോ ഇത് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ഓഫ് MSME ആണ്. നെക്സ്റ്റ് വൺ ഈസ് പവർ കൺസ്യൂംഡ്. The amount of electricity
അല്ലെങ്കിൽ പവർ ഒരു എത്രത്തോളമാണ് ഒരു ബിസിനസ് ഓപ്പറേഷൻസിന് യൂസ് ചെയ്യുന്നത്, അത് ഒരു ഇതിന്റെ സൈസ് മെഷർ ചെയ്യാനുള്ള ഒരു പാരാമീറ്റർ ആണ്, എസ്പെഷ്യലി ഇൻഡസ്ട്രിയൽ സെറ്റിംഗ്സിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് എനി 3 മേജർ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ MSME. MSMEയുടെ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഒന്ന്, ഫിനാൻഷ്യൽ കൺസ്ട്രൈൻസ്, എല്ലാത്തിലും ഉള്ളതുപോലെ ലിമിറ്റഡ് ആക്സസ് ടു ക്രെഡിറ്റ് ആണ്. മെനി MSMEs, എസ്പെഷ്യലി സ്മോളർ വൺസ്, struggle to get timely loans from banks due to lack of collateral and high risk perception by lenders. ലെൻഡേഴ്സ് പൈസ കൊടുക്കാൻ എപ്പോഴും മടിക്കും. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് കൊളാറ്ററായിട്ട് കൊടുക്കാനൊന്നും കാണത്തില്ല, വളരെ ചെറിയ ബിസിനസ് ആയിരിക്കും, അവർക്ക് ഇതിൽ ടൈമിലി ഇതിൽ റീപേ ചെയ്യാൻ പറ്റുമെന്ന്, അപ്പോൾ അവർക്ക് ക്രെഡിറ്റ് കിട്ടാനായി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദെൻ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്. The difficulty in securing loans often forces MSME to rely on expensive financing, which can stifle growth and expansion. The major difficulty എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺസ് കിട്ടുക, എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് ഫിനാൻസ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുക എന്നുള്ളത് അതിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇത്തരത്തിൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് വരാം, അപ്പോൾ അത് ഓൾസോ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസിന്റെ ഭാഗമായിട്ട് വരാം. പിന്നെ ഉള്ളതാണ് മാർക്കറ്റിംഗ് ആൻഡ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ടഫ് കോമ്പറ്റീഷൻ ആണ്. ഗ്ലോബലൈസേഷൻ ആൻഡ് റൈസ് ഓഫ് ഇ-കോമേഴ്സ് ക്രിയേറ്റ് ഇന്റൻസ് കോമ്പറ്റീഷൻ. ഗ്ലോബലൈസേഷൻ, ഒത്തിരി ഇ-കോമേഴ്സ് ഒക്കെ വന്നതോടുകൂടി ഒരുപാട് കോമ്പറ്റീഷൻ ആണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വേർ ലാർജർ കോർപ്പറേഷൻസ് വിത്ത് ഗ്രേറ്റർ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ക്യാൻ സപ്ലൈ ഗുഡ്സ് അറ്റ് ലോവർ പ്രൈസസ്. അവർ ഒരുപാട് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ളവർ കുറച്ച് പൈസയിൽ സാധനങ്ങൾ കൊടുക്കുമ്പോൾ MSMEക്ക് അത് പറ്റണമെന്നില്ല. സോ ഇറ്റ് ഈസ് ഹാർഡർ ഫോർ MSME ടു കോമ്പീറ്റ് വിത്ത് these kind of giants who selling the same products like MSME sell. Then limited market reachും ഇതിനകത്ത്. മാർക്കറ്റിംഗ് നന്നായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റീച്ച് അവർക്ക് കിട്ടത്തില്ല. അത് എപ്പോഴും അവരുടെ എബിലിറ്റിനെ റെസ്ട്രിക്ട് ചെയ്യുന്നതാണ്. വൈഡർ കസ്റ്റമർ ബേസിലോട്ട് അവർക്ക് എത്താനായിട്ടും സാധിക്കത്തില്ല. നെക്സ്റ്റ് പ്രോബ്ലമാണ് ഇന്നാഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. പുവർ ഫെസിലിറ്റീസ് ആണ് MSMEക്ക് ഉള്ളത്. അവർക്ക് ഇന്നാഡിക്വേറ്റ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ, അവർക്ക് പുവർ ആയിട്ടുള്ള റോഡ് നെറ്റ്വർക്ക്സ് ആയിരിക്കും, പവർ അൺറിലയബിൾ ആയിരിക്കും, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസിൽ ലിമിറ്റഡ് ആയിരിക്കും. എല്ലാം നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്ന, പ്രൊഡക്റ്റീവിനെ ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് വൺ, ഔട്ട്ഡേറ്റഡ് ടെക്നോളജി. മെനി MSMEs റിലൈ ഓൺ മാനുവൽ ലേബർ സ്റ്റിൽ. ഇപ്പോഴും മാനുവൽ ലേബറിൽ ചെയ്യുന്ന, ഔട്ട്ഡേറ്റഡ് മെഷീനറീസ് ഉപയോഗിക്കുന്ന, ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഒന്നും ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്ത ടീംസ് ആണ് കൂടുതലും MSME ചെയ്യുന്നത്. സോ അവർക്ക് പുതിയ അഡ്വാൻസ്മെന്റ് ഒന്നും അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. സോ ഇതൊക്കെ ഇന്നാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കോൺട്രിബ്യൂട്ട് ടു ദ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ? എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചെറിയ ഇൻഡസ്ട്രീസ് ഒരു നമ്മുടെ സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള ഡെവലപ്മെന്റിനെ സഹായിക്കുന്നുണ്ട്? ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് എംപ്ലോയ്മെന്റ് ജനറേഷൻ എന്ന് പറയുന്നത്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലെ മേജർ എംപ്ലോയീസ് എന്ന് പറയുന്നതും റൂറലിലും സെമി അർബൻ ഏരിയാസിൽ നിന്നുള്ളതായിരിക്കും. സോ ഇത്തരത്തിൽ ഇന്റൻസീവ് ആയിട്ട് അവരെ പ്രൊഡക്ഷൻ മെത്തേഡിൽ ഉപയോഗിക്കുമ്പം കൂടുതൽ ജോലി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, കൂടുതൽ സ്കിൽ ലെവൽ അവിടെ അവർക്ക് അപ്ഗ്രേഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ എന്താണ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ലെസ് ക്യാപിറ്റലും സിമ്പിൾ ടെക്നോളജിയുമുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കൂടുതലും ഡൈവേഴ്സിഫൈഡ് ലൊക്കേഷൻസിൽ ഉണ്ടാവാനും ഇൻഡസ്ട്രിയലി ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാതെ ബിഗ് സിറ്റിയിൽ മാത്രം വരാതെ റീജിയണൽ ഡിസ്പാരിറ്റീസ് കുറച്ച് എല്ലാ സ്ഥലത്തും ഇത്തരത്തിൽ ബിസിനസ് തുടങ്ങാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നുണ്ട്. സോ അതാണ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തന്നെയാണ് സപ്പോർട്ട് ടു ലാർജ് ഇൻഡസ്ട്രീസ്. ഇത്തരത്തിലുള്ള സ്മോൾ യൂണിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പോണൻസ് സപ്ലൈ ചെയ്യുന്നതിൽ, റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ, അതൊക്കെ ലാർജ് സ്കെയിൽ മാനുഫാക്ചേഴ്സിന് കൊടുക്കും. അപ്പോൾ അവർക്ക് ഇതൊരു ഓവറോൾ ഇൻഡസ്ട്രിയൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്ന, അവയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഇൻകം ജനറേഷൻ ആൻഡ് ഇക്വിറ്റി. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഓൺടർപ്രണേഴ്സും വർക്കേഴ്സും ആയിട്ടുള്ള ആളുകൾ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രൊമോട്ട് ചെയ്യപ്പെടുകയും വെൽത്ത് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയും എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് രാജ്യത്തിലുടനീളം കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് വൺ ആണ് ഓൺടർപ്രണർഷിപ്പ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ളത്. ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുകയാണ് പുതിയ ഓൺടർപ്രണേഴ്സിന് അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ, വർക്ക് ഫോഴ്സ് എടുത്ത് ഡൈനാമിക് ആയിട്ട് പലതരത്തിലുള്ള ഈ എക്കോസിസ്റ്റത്തിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്.
So ഇത്തരത്തിൽ entrepreneurship and skill development is also a contribution by small scale industries among in the socio and economic development of the country. Then promotion of rural industrialization. Village and khadi industries laka promote ചെയ്യുന്ന അവരെ ഫോക്കസ് ചെയ്യുന്ന പോലെ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് റൂറൽ ഏരിയാസിൽ പലതരത്തിലുള്ള ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ലൈവ്ലിഹുഡ്സും ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു, പലതരത്തിലുള്ള എക്കണോമിക് കോൺട്രിബ്യൂഷൻസ് നൽകുന്നു. എക്കണോമിക് കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ GDP-യിലും എക്സ്പോർട്സിലും ഒക്കെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ബാക്ക് ബോൺ ആണ് എക്കണോമിയുടെ. വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് GDP-യിലും ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പോർഷൻ ടോട്ടൽ എക്സ്പോർട്സിലും അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. Then resource utilization and diversification. Small scale industries effective ആയിട്ട് ലോക്കൽ റിസോഴ്സസ് യൂസ് ചെയ്യുന്നു, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ, വേസ്റ്റ് മിനിമൈസ് ചെയ്യുന്നു, നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻസ് നൽകുന്നുണ്ട്. ദെൻ അഗ്രികൾച്ചറിലുള്ള പ്രഷർ കുറയ്ക്കുന്നു. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും എക്കണോമിക് അവന്യൂസും അഗ്രികൾച്ചറിന് പുറത്തായിട്ട് സാധാരണ ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നത് ഇത്തരത്തിലുള്ള MSME അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കൊടുക്കുന്ന വഴിയാണ്. സോ അതുവഴി അഗ്രികൾച്ചറിലുള്ള ഒരു വലിയ പ്രഷർ ഉണ്ട്, ഒത്തിരി പേർക്ക് ജോലിയായിട്ട് അത് തന്നെ ചെയ്യണം, ആ തരത്തിലുള്ള പ്രഷർ കുറയുന്നുണ്ട്. നെക്സ്റ്റ് റെസിലിയൻസ് ആൻഡ് എക്കണോമിക് റിക്കവറി. എക്കണോമിക് ചലഞ്ചസിന്റെ സമയത്ത് എസ്പെഷ്യലി COVID-19 പാൻഡമിക്കിന്റെ സമയത്തൊക്കെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു റെസിലിയൻസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ റോളാണ് ഇത്തരത്തിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. Next question. Innovation is an integral to MSME. Innovation is integral to MSME. Discuss giving reasons to answers. Innovation ആയിട്ട് ഇരിക്കുക MSME ചെയ്യുന്ന സമയത്ത് അത് MSMEയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ആണെന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ആൻസർ വരിക? ഓഫ് കോഴ്സ് ഇന്നോവേഷൻ എന്ന് പറയുന്നത് MSMEയുടെ ഇൻ്റഗ്രൽ പാർട്ടാണ്. അതിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞത്. MSME ഇന്നോവേറ്റീവ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ആയിട്ട് അവരുടെ യുണീക് പ്രൊഡക്ട്സും സർവീസസും ഇറക്കി അട്രാക്ട് ചെയ്ത് പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്താൽ മാത്രമേ അവർക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇന്നോവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിൻ്റെ ബേസിസിൽ. നെക്സ്റ്റ് വൺ ഈസ് കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് എഫിഷ്യൻസി. ഇന്നോവേഷൻ എപ്പോഴും MSMEനെ പുതിയ എഫിഷ്യൻ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്യാനും എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാം, മോർ അഫോർഡബിൾ ആയിട്ട് മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടാം, ഓപ്പറേറ്റിംഗ് കോസ്റ്റുകൾ എങ്ങനെ കുറയ്ക്കാം, ഇത്തരത്തിലെ പ്രോഫിറ്റ് മാർജിൻസ് എങ്ങനെ കൂട്ടാം, ഇതൊക്കെയാണ് നോക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അഡാപ്റ്റബിലിറ്റി ടു ചേഞ്ചിങ് മാർക്കറ്റ്സ്. ഇന്നോവേഷൻ MSMEയിൽ വരുമ്പം എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലെക്സിബിൾ ആയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിനെ കൂടുതൽ നല്ല രീതിയിൽ എൻഷുർ ചെയ്യാനും പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് അതിനെക്കുറിച്ച് പഠിക്കാനും റെലവൻ്റ് ആയിട്ട് കസ്റ്റമേഴ്സിനടുത്ത് എങ്ങനെ നിൽക്കണമെന്നുള്ളതും ഇത്തരത്തിൽ ഇന്നോവേഷനെ ഇന്റഗ്രൽ പാർട്ടായിട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള മാർക്കറ്റിനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ദെൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യും. പുതിയ പ്രോഡക്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നു, ഇന്നോവേറ്റീവ് ആയിട്ട് കസ്റ്റമറിന്റെ നീഡ്സിനെ മീറ്റ് ചെയ്യുമ്പം MSME കസ്റ്റമേഴ്സിന്റെ ലോയലിറ്റി കൂട്ടും, സാറ്റിസ്ഫാക്ഷനും കൂട്ടും. ദെൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇന്നോവേറ്റീവ് MSMEs ആണ് എപ്പോഴും മോർ പ്രൊഡക്റ്റീവ്, മോർ ബെറ്റർ വേജസ് കൊടുക്കും, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് രാജ്യത്തിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും, ഇതൊക്കെ ചെയ്യുന്നത്. സോ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് ഇന്നോവേറ്റീവ് MSME. അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് MSME മാറ്റർ ചെയ്യുന്നുണ്ട് എക്കണോമിക് ഡെവലപ്മെന്റിന്. നെക്സ്റ്റ് വൺ ആണ് ആക്സസ് ടു ന്യൂ മാർക്കറ്റ്സ്. ഇന്നോവേഷനിൽ കൂടെ MSME പുതിയ പ്രോഡക്ട്സുകൾ ഡെവലപ്പ് ചെയ്യുകയും സർവീസസ് ഉണ്ടാക്കിയെടുക്കുകയും പുതിയ മാർക്കറ്റ്സിന് ഓപ്പൺ അപ്പ് ആവുകയും ചെയ്യുമ്പോഴത്തേക്കും അവരൊരു ബേസിക് ആയിട്ടുള്ള കസ്റ്റമർ ബേസിന്റെ അപ്പുറത്തേക്ക് അവർ വളരും. അപ്പൊ അത് പുതിയ മാർക്കറ്റിനെ അസസ് ചെയ്യാനായിട്ട് സഹായിക്കും. നെക്സ്റ്റ് വൺ ഈസ് എൻഹാൻസ്ഡ് പ്രൊഡക്ടിവിറ്റി. ഇന്നോവേറ്റീവ് ഐഡിയാസും ടെക്നോളജീസും ഒക്കെ നല്ല പ്രൊഡക്റ്റീവായിട്ട് റിസോഴ്സസ് ഒപ്റ്റിമൈസ് ആയിട്ട് യൂസ് ചെയ്യാനും സ്ട്രീംലൈൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ ആണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇന്നോവേറ്റീവ് ആയിട്ട് ടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ടാക്കുമ്പോൾ പുതിയ ഇൻവെൻഷൻസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് നമുക്ക് ലീഗലി പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അവിടെ യൂസ് ചെയ്യാനായിട്ടും അതൊരു യൂണിക് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാനായിട്ട് സഹായിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഏകദേശം ഇതേപോലെയാണ്. ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ ഈസ് ദ കീ ടു MSME. സോ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സെയിം ടൈപ്പ് ഓഫ് ആൻസർ ആണ് നിങ്ങൾ ഇവിടെയും കൊടുക്കേണ്ടത്. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിനെ കുറിച്ച് എഴുതുക, യൂണിക് ആയിട്ടുള്ള അപ്രോച്ചസ്,
ക്രിയേറ്റീവായിട്ട് നിന്നാൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഡെവലപ്മെന്റ് നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞതിനെക്കാട്ടിലും ഒരു 2-3 പോയിന്റ്സ് ഇവിടെ ചേഞ്ച് ഉള്ളതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് അത് കൊടുത്തിരിക്കുന്നത്. പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി എപ്പോഴും ഡെവലപ്മെന്റിനെ ഫ്യൂൽ ചെയ്യും, നല്ല പ്രൊഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് കൂടുതൽ പുഷ് ചെയ്യും. സോ അതായത് ലൈഫിൽ കൂടുതൽ കസ്റ്റമർ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പ്രോസസ് ഇംപ്രൂവ്മെന്റ് ആൻഡ് എഫിഷ്യൻസി. ഇന്നോവേഷൻ എപ്പോഴും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷണൽ പ്രോസസ്സ് കൂട്ടാനും കോസ്റ്റ് കുറയ്ക്കാനും അതേപോലെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനും സഹായിക്കും. ദെൻ ന്യൂ മാർക്കറ്റ്സ് എക്സ്പ്ലോർ ചെയ്യണം. ക്രിയേറ്റീവായിട്ടും ഇന്നോവേറ്റീവായിട്ടും തിങ്ക് ചെയ്താലേ MSMEക്ക് പുതിയ മാർക്കറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും പ്രീവിയസ്ലി അൺഅഡ്രസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ്സിൽ കസ്റ്റമർ സെഗ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കത്തുള്ളൂ. ദെൻ ഡ്രൈവിംഗ് ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിലിറ്റി. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇന്നോവേഷൻ കൊണ്ട് ഗ്രോത്ത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വെക്കാനായിട്ട് പറ്റും. അത് നമുക്ക് ലോങ് ടേം ആസ്പെക്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ലിവറേജിംഗ് ടെക്നോളജി. Innovation include adopting new manufacturing technologies, knowledge-based approach, which are vital for modernizing and upgrading MSME operations. MSME operations upgrade ചെയ്യാനും അതിനെ വളർത്തിയെടുക്കാനും ടെക്നോളജി കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്ത്, ക്രിയേറ്റീവായിട്ട് അത് യൂസ് ചെയ്യുന്ന സമയത്ത് അതും നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്.